പുതിയൊരു ചോദ്യം? രാവിലെ ഞാൻ എങ്ങോട്ടാ പോവാ? ജോലിക്ക് തന്നെ. ജോലിക്കോ? കയ്യിൽ ഇത്രയും വലിയ മുറിവുണ്ടായിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്ത് അതൊന്ന് ഉണങ്ങിയിട്ട് പോയാ പോരെ നിനക്ക്? ഈ മുറിവിനൊക്കെ ഞാൻ ലീവ് എടുത്തെന്ന് വെച്ചാലേ അവിടെ എന്റെ ജോലി തന്നെ തെറിക്കും. ഞാൻ പോയേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ പേരിൽ അവിടെ പൊളിറ്റിക്സ് നടത്തും. ഏയ്, ആര്? ആ ലാവണ്യോ? ഇനി വല്ല പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ചൂലെടുത്ത് അടിക്കും ഞാൻ അവിടെ. വീണ്ടും അവള് പ്രശ്നം ഉണ്ടാക്കുവാണോ നിനക്ക്? അമ്മേ, ഇവിടെ മാത്രമല്ലമ്മേ, നമ്മൾ ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. എന്നെ പോലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരും വലിയ മുതലാളികളും എല്ലാവരും അനുഭവിക്കുന്നതായി ഈ പൊളിറ്റിക്സ്. ഇതെല്ലാം അഭിമുഖീകരിച്ച് നമ്മൾ ജയിച്ചേ പറ്റൂ. എനിക്ക് ജോലി അത്യാവശ്യം അമ്മേ, എന്നാലും നിലയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ജോലി കാര്യത്തിൽ അമ്മ തലയിടരുത്. അതല്ല മോളെ. അമ്മേ അമ്മേ എന്താ നില, എന്താ അങ്ങനെ നോക്കുന്നേ? എന്നെ ബ്ലെസ് ചെയ്യമ്മേ. ഏയ്, എന്താ നീ കാലിലൊക്കെ വീഴുന്നേ? അമ്മയുടെ ബ്ലെസ്സിങ് എന്റെ മോൾക്ക് എപ്പോഴും ഉണ്ടാവും. ഇന്ന് എനിക്ക് എക്സാമാ. അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിക്കണോ അതോ അമ്മയുടെ ബ്ലെസ്സിങ് വാങ്ങിക്കണോന്ന് ആലോചിച്ചതാ. അമ്മയുടെ ബ്ലെസ്സിങ് മാത്രം മതി, ഞാൻ ഈസി ആയിട്ട് ജയിക്കും. എന്റെ ചക്കരയ്ക്ക് അമ്മയുടെ ബ്ലെസ്സിങ് ഇല്ലാതിരിക്കോ? അമ്മ പോയിട്ട് വരാം കേട്ടോ. ശരി ശരി അമ്മ, ഞാൻ ജോലിക്ക് പുറപ്പെടാം. മോളെ, നീ മുത്തശ്ശിയുടെ കൂടെ ശ്രദ്ധിച്ചു പോണേ. അമ്മേ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റാ? എന്താ അത്? പറ. ഇന്ന് അമ്മയ്ക്ക് എന്നോട് സ്കൂളിലേക്ക് വരാൻ പറ്റുമോ? മോളെ നീല, അമ്മയ്ക്ക് ജോലിക്ക് പോണ്ടതല്ലേ മോളെ, മുത്തശ്ശി കൊണ്ടുവിട്ടോളാം. അമ്മ ജോലിക്ക് പോട്ടെ. അല്ല, ഇന്ന് എന്റെ കൂടെ അമ്മ വന്നെങ്കിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവുമായിരുന്നു. ശരി, ഓക്കെ, ഞാനും വരാം. അമ്മേ, അമ്മേ വാ. ശരി, ആ ബാഗ് എടുക്ക. ദാ. ഇങ്ങോട്ട് താ, വാ പിടിക്കാം. വാ വാ, സമയായി. ഹായ്. എടാ, എന്തുവാടാ രാവിലെ തന്നെ വീടിന്റെ മുന്നിൽ കിടന്ന് ഈ തുള്ളി കളിക്കുന്നത്? എക്സസൈസ് ചെയ്തോണ്ടിരിക്കാമേ. ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല. ജോലി കിട്ടിയ ശേഷം ജിമ്മിലൊക്കെ ആ പോവാം. ശരി, നിനക്ക് പുറത്തേക്ക് എങ്ങാനും പോണെങ്കിൽ വീടും പൊട്ടിയിട്ട് താക്കോല് പ്രിയയുടെ കയ്യിൽ കൊടുത്തോളൂ. ശരി അമ്മേ. ശ്രീരാമജയം 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 എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ശ്രീരാമജയം 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 ശ്രീരാമജയം. എന്റെ കവിമോന് എത്ര പെട്ടെന്നാ ഭക്തി കൂടിയത്? ശ്രീരാമജയം എന്തായിരിക്കും കാരണം? ശ്രീരാമജയം 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 എന്താ ഇത്? പുതിയ ഹനുമാന്റെ വിഗ്രഹം? അമ്മേ, സാറെന്തോ പൂജ ചെയ്യാൻ വേണ്ടി ആഞ്ജനേയന്റെ പ്രതിമ വേണമെന്നാ പറഞ്ഞേ. അതാ കൊണ്ടുവന്ന് കൊടുത്തപ്പോ തന്നെ പൂജയും തുടങ്ങി. എന്തിനാടാ പൂജ? ഇന്ന് സാറിന്റെ എക്സാം റിസൾട്ട് വരുന്ന ദിവസാ. അതുകൊണ്ട് ഈ ആഞ്ജനേയന്റെ ദേഹത്തുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം എടുത്ത് ആ ആഞ്ജനേയന്റെ മേൽ ചാർത്തി കൊടുക്കുക. ഇനി അങ്ങോട്ട് ആ ആഞ്ജനേയൻ സഞ്ജീവനി മല ഇറക്കി വെച്ച് ഈ ദേഹത്തിന്റെ ഭാരം ചുമക്കാൻ പോവാ. ശ്രീരാമജയം 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 ഇവൻ ചെവിയില് പൂവൊക്കെ വെച്ച് രാവിലെ തന്നെ ഭയങ്കര പ്രാർത്ഥനയിലാണല്ലോ. ഇവൻ ഇങ്ങനത്തെ സ്വഭാവം ഇല്ലായിരുന്നല്ലോ. ഇന്നത്തെ എക്സാം റിസൾട്ടിന് വേണ്ടി ദൈവത്തിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പേരക്കുട്ടി. ഓ, കഥ അങ്ങനെയാണല്ലേ. ശ്രീരാമജയം ശ്രീരാമജയം. ആഞ്ജനേയ രക്ഷിക്കണേ.
ആഞ്ജനേയ സൂര്യ TV കാണിച്ച ഹനുമാന്റെ ഒരു എപ്പിസോഡ് പോലും വിടാതെ കണ്ടതാണ്. അത്രയ്ക്കും ദൈവത്തിന്റെ അടുത്ത് എനിക്ക് ഭക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് എക്സാമിന്റെ റിസൾട്ട് വരുവാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ്സിലെ ഫസ്റ്റ് മാർക്ക് വാങ്ങുവാണെങ്കിൽ എന്റെ അച്ഛമ്മ തരാൻ പോകുന്ന സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്ന പോലെ അങ്ങ് ചെയ്തേക്ക്. എനിക്കത് മാത്രം മതി. അതിന് പരീക്ഷയിൽ നല്ലപോലെ എഴുതണം. കവിൻ, അച്ഛമ്മേ, വിഷമിക്കണ്ടടാ ചക്കരെ. ഇന്ന് നീ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കും. ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കേ? ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ആഞ്ജനേയ, ഇവൻ ഫസ്റ്റ് റാങ്ക് വാങ്ങില്ലെന്ന് എനിക്ക് മാത്രമല്ല അങ്ങേക്കും അറിയാം. അറ്റ്ലീസ്റ്റ് പാസ് മാർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കണേന്ന് ഈ അടിയൻ അപേക്ഷിക്കുകയാണ്. കവിൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സ്കൂളിന് സമയമായി. നീ ഇവിടെ വേഷം കെട്ടി നിൽക്കാ. വന്ന് വേഗം റെഡിയാവ്.